വീടൊരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണോ? സ്ക്വയർ ഫീറ്റിന് ഒരു 1500 രൂപയ്ക്ക് ചെയ്ത് തരാം, അല്ലെങ്കിൽ 1800 ചെയ്യാം. 1500 ചെയ്യാൻ പറ്റുമോ? ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. വീട് വേണമോ വേണ്ടയോ, വീടൊരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണോ എന്നൊക്കെ ഹോട്ട് ഡിസ്കഷൻ നടക്കുന്നൊരു സമയമാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീട് വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചല്ല. ഒരു ശരാശരി മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ശരാശരി കുടുംബത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് ഒരു വീട്. ഒരു വീട് വയ്ക്കുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ബഡ്ജറ്റ് തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്ക് സ്ഥലം വേണം, നല്ല പ്ലാൻ വേണം, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് പ്രകാരമായിരിക്കണം ഒരു കൺസ്ട്രക്ഷൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു എൻക്വയറി കോൾ ചെയ്യുമ്പോഴത്തേക്കും സ്ക്വയർ ഫീറ്റിന് ഒരു 1500 രൂപയ്ക്ക് ചെയ്ത് തരാം, അല്ലെങ്കിൽ 1800 ചെയ്യാം. 1500 ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതൊക്കെ വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. ഇന്ന രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പല കമ്പനിയും പല ഓഫേഴ്സും തരും. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൈസിലേക്ക് എത്തുക എന്നുള്ളതാണ്. പലർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഷോർട്ട് ചെയ്ത് പറയാം. നമുക്കൊരു കൺസ്ട്രക്ഷൻ, ഒരു വീട് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്നതിന് ഒരു നിശ്ചിത തുക ഉണ്ടാവും. അത് മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ലേബർ കോസ്റ്റ്, ഇറക്കുകൂലി, പിന്നെ വെള്ളം, കറണ്ട് തുടങ്ങിയ ഒരുപാട് കോസ്റ്റിൻ്റെ സമപ്പാണ് ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് വരുന്നത്. ഒരു സ്ക്വയർ ഫീറ്റ് പ്രൈസ് അറൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ ആദ്യം എടുക്കും. ടോട്ടൽ ബിൽഡിംഗ് ഏരിയ, ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡിവൈഡ് ബൈ ബിൽഡിംഗ് ഏരിയ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു ഫിഗർ. അതാണ് ഒരു കൺസ്ട്രക്ഷൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ബാക്ക് ടു അവർ ഹോട്ട് ടോപ്പിക്. 1500-1800 വീട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, പറ്റൂല എന്നൊരിക്കലും പറയുന്നില്ല. ചെയ്യുന്നവരുണ്ട്, ചെയ്ത് കാണിക്കുന്നവരുണ്ട്. ഇവിടെയുള്ള പ്രധാന പ്രശ്നം ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് രണ്ട് രീതിയിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാം. ഒന്ന്, നമ്മുടെ റിക്വയർമെൻറ്റ് കുറയ്ക്കാം, ഇല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ, അല്ലെന്നുണ്ടെങ്കിൽ ബ്രിക്ക്, അല്ലെങ്കിൽ എം സാൻഡ്, പി സാൻഡ് ഒക്കെ പല ഗ്രേഡിൽ പല റേറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു മെറ്റീരിയൽ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് അതിനനുസരിച്ച് കൂടും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈൽസ് തന്നെ പല പ്രൈസ് റേഞ്ചിനുണ്ട്. അപ്പോൾ ഇൻ സമ്മറൈസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളെ വേരി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പാസ് ഓൺ ചെയ്യാൻ പോകുന്ന മെസ്സേജ്, ആക്ച്വലി ഒരു ബിൽഡറെ ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രൈസ് ബ്രാക്കറ്റ് കണ്ടിട്ടാവരുത്. ഒരു പ്രൈസ്, അത് നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങിയ പ്രൈസ് ബ്രാക്കറ്റിൽ ഒരു ബിൽഡറെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് ചോദിക്കേണ്ടത് ഈ വിലയ്ക്ക് എന്തൊക്കെ സർവീസ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, എത്ര ദിവസം കൊണ്ട് പണി തീർക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യും, ഈ പ്രൈസിൽ കൺസ്ട്രക്ഷൻ ഏത് സ്റ്റേജ് വരെ ആയിരിക്കും ചെയ്യുക, ഫിനിഷിംഗ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഫിനിഷിംഗ് വരെ ആണോ, അല്ലെങ്കിൽ പ്ലംബിംഗ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് കമ്പനിയുടെ വയറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബ്രിക്കാണോ, ഹോളോ ബ്ലോക്കാണോ, തവുക്കാണോ യൂസ് ചെയ്യുന്നത്, ഏത് കമ്പിയാണ് യൂസ് ചെയ്യുന്നത്, ഈവൻ റെയിൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസിലെ കമ്പിയുള്ള സ്പേസിങ് വരെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് വേണ്ടി ഒരു പക്ഷേ സ്പെസിഫിക്കേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തുമായിരിക്കാം. അത് അക്സെപ്റ്റബിളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്ക്വയർ ഫീറ്റിന് 100 രൂപ എന്നുള്ള ടൈൽസ് ഒരു 70 രൂപ ആക്കാം, അല്ലെങ്കിൽ ടൈൽസിന് വേറെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. ഓക്കെ, അത് പ്രൈസ് കട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്പെക്ക് മാറ്റും. ഒരിക്കലും ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അവസാനമായി എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ പണിയുന്ന നിങ്ങളുടെ സ്വപ്നം എപ്പോഴും ക്വാളിറ്റി ബേസ്ഡ് ആയിരിക്കണം, അല്ലാതെ ഒരു ബഡ്ജറ്റ് ബേസ്ഡ് ആയിരിക്കരുത്. ബഡ്ജറ്റ് വേണം, ഓഫ് കോഴ്സ് ബഡ്ജറ്റ് വേണം. ആ ബഡ്ജറ്റ് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽഡറെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ജാക്ക് കൺസ്ട്രക്ഷൻ എപ്പോഴും നിങ്ങളതിനെ സഹായിക്കും. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.